ആശ്വാസത്തിൻ്റെ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ പേരില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതിയില്ലാത്ത ആൾ വന്നപ്പോൾ തന്നെ നിലപാടെടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലേ? അത് നമുക്കെല്ലാവർക്കും എവറിത്തിങ് ഈസ് ഇൻ ആൻഡ് ഔട്ട്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അന്ന് മുതലേ ഒരു ആരോപണം വന്നു. ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു. അങ്ങനെയുള്ള നിലപാടെടുത്ത ഒരു പാർട്ടിയാണ് ഈ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിനകത്ത് ഇന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ പുറത്താക്കി. ഇന്ന് പാർട്ടിയിലുള്ള ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും എന്ത് വന്നാലും, ഇനിയും അദ്ദേഹത്തിൻ്റെ പുറത്ത് ആരോപണം വന്നാലും, ആരോപണം ഇനി ഇല്ലെങ്കിൽ പോലും അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. അതിനകത്ത് ആശ്വാസമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാർട്ടിക്ക് വിയർക്കേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹം ഇന്ന് പാർട്ടിക്കാരനല്ല. വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു, പാർട്ടിയുടെ ഒരു മുന്നണി പോരാളിയായിരുന്നു, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമല്ല. സോ നിങ്ങൾ ചോദിക്കുന്നത് പോലെ എന്തെങ്കിലും ആശ്വാസം തരുന്നുണ്ടോ, ആശ്വാസം പകരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് ബാലിശമായിട്ടുള്ള ചോദ്യം. അതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല.